ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഭാരതീയ മസ്ദൂർ സംഘ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ പ്രചരണാർത്ഥം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വാഹനജാഥ നടത്തി. കുമ്പള മുതൽ കാഞ്ഞങ്ങാട് വരെയായിരുന്നു പ്രചരണ ജാഥ. ഒക്ടോബർ 1-നാണ് BMSന്റെ രാജ്യവ്യാപക പ്രക്ഷോഭം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. രാജ്യത്തെ തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളായ EPF, ESI എന്നിവ കഴിഞ്ഞ 10 വർഷക്കാലമായി സമഗ്രമായി പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വിമുഖതയിൽ പ്രതിഷേധിച്ചാണ് ഒക്ടോബർ 1-ന് ഭാരതീയ മസ്ദൂർ സംഘ് നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി BMS കേരള ഘടകം നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വാഹനജാഥ നടത്തിയത്. കുമ്പള മുതൽ കാഞ്ഞങ്ങാട്ട് വരെയായിരുന്നു പ്രചരണ ജാഥ. രാവിലെ കുമ്പളയിൽ നിന്നും പ്രയാണം ആരംഭിച്ച ജാഥ സീതാങ്കോളി, ബദിയടുക്ക, കാസർഗോഡ്, പൊയ്നാച്ചി, മാവുങ്കാൽ എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ടോടെയാണ് കാഞ്ഞങ്ങാട്ട് സമാപിച്ചത്. കാഞ്ഞങ്ങാട്ട് നടന്ന സമാപന യോഗത്തിൽ പോസ്റ്റൽ എംപ്ലോയീസ് മുൻ സംസ്ഥാന സമിതി അംഗം കൊട്ടോടി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ മസ്ദൂർ സംഘം ഒരു സമര പരിപാടി, ഒരു പ്രചരണ പരിപാടിയുമായിട്ട് രംഗത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിലുണ്ടാകും. ഇവരെന്തിനാണ് ഇപ്പൊ സമരം ചെയ്യുന്നത്? കേന്ദ്രം ഭരിക്കുന്ന ഇവരല്ലേ? ഇവര് കേന്ദ്രങ്ങൾ ഭരിക്കുമ്പോൾ ഇവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ നിലനിൽക്കുമ്പോൾ ഇവർ സമരം ചെയ്യുന്നത് ശരിയാണോ? സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചോദ്യമാണ്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഭാരതീയ മസ്ദൂർ സംഘം കഴിഞ്ഞ 70 വർഷമായിട്ട് ഭാരതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പോഷക സംഘടനയായിട്ടല്ല. ചടങ്ങിൽ കാഷ്യൂ യൂണിയൻ ജില്ലാ സെക്രട്ടറി മിനി മേലടുക്കം അധ്യക്ഷയായി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിനേശൻ ബംബ്രാണ, കൃഷ്ണൻ കേളോത്ത്, സുരേഷ് ദേളി, ബാബുമോൻ കാസർഗോഡ്, ഭാസ്കരൻ ഏച്ചിക്കാനം, അജയൻ പുതിയകണ്ഠം, സുനിൽ ശിവജിനഗർ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ KV ബാബു നന്ദി പറഞ്ഞു. EPF-ൽ മിനിമം പെൻഷൻ 1000 രൂപയിൽ നിന്ന് 5000 രൂപയായി വർദ്ധിപ്പിക്കുക, ശമ്പളപരിധി 15000 രൂപയിൽ നിന്ന് 30000 രൂപയായി വർദ്ധിപ്പിക്കുക, EPF-ൽ പെൻഷൻ പറ്റുന്ന തൊഴിലാളികളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, ESI പരിധി 21000 രൂപയിൽ നിന്ന് 42000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒക്ടോബർ 1-ന് BMS ദേശീയ പ്രക്ഷോഭം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.